ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ജംഗിൾ സഫാരിയിലൊക്കെ പോയി അവിടെ നമ്മളിപ്പം മെയിൻ ബസ് സ്റ്റേഷനിൽ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അവിടെ പോയിട്ട് അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറിയതിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി അകത്തേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് സമയം കളയാതെ ഓടിപ്പോയി ഫുഡ് കഴിച്ചിട്ട് വേഗം നമുക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലിറങ്ങി അങ്ങോട്ടേക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴും നമ്മുടെ ബാഗെല്ലാം ഇവർ പരിശോധിക്കും. കാരണം ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. വെളിയിലത്തെ ഒരു ഫുഡും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അത് കൊണ്ട് വെച്ചിട്ടേ നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ച് കൊണ്ട് വെച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് കയറ്റിയത് അവർ. വെളിയിലത്തെ ഫുഡ് അകത്തോട്ട് അലോ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ മേ ബി നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടും. നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ വലിച്ചേറ്. മേ ബി അതായിരിക്കാം അവർ ചെയ്യാത്തത്. അതിൻ്റെ ഒരു അങ്ങനെ കയറ്റി വിടാത്തതിൻ്റെ ഒരു ഇത് കാണാനുണ്ട്. കാരണം അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ടോയ്ലറ്റ് പോലും ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നീറ്റായിരുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ മൺഡേ മാത്രം ക്ലോസ്ഡ് ആയിരിക്കും. ട്യൂസ്ഡേ തൊട്ട് സൺഡേ വരെ ഓപ്പൺ ആയിരിക്കും. മൺഡേ മാത്രം ഇവർക്ക് മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടിയിട്ട് ഇവർ ക്ലോസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് 3 വഴികളാണ് നമുക്കുള്ളത്. 3 മെയിൻ സിറ്റീസാണ് ഇതിനടുത്ത് ഉള്ളത്: അഹമ്മദാബാദ്, വഡോദര, പിന്നെ സൂററ്റ്. അപ്പോൾ അഹമ്മദാബാദിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 198 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് വരുന്നത്. വഡോദരയാണെന്നുണ്ടെങ്കിൽ 91 കിലോമീറ്റേഴ്സ് നമ്മളതിൽ വന്നിരുന്നത്. പിന്നെ സൂററ്റിലാണെന്നുണ്ടെങ്കിൽ 156 കിലോമീറ്റേഴ്സാണ് വരുന്നത്. അപ്പം ഈ 3 മെയിൻ സിറ്റീസാണ് ഇതിനടുത്തുള്ളത്. ടിക്കറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് അവിടെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാൻ കഴിയും. വെബ്സൈറ്റിൻ്റെ പേര് souutickets.in എന്നാണ്. പിന്നെ ഇവിടെയുള്ള ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത് 7:30 മോർണിംഗ് 7:30ക്കാണ് ഓപ്പൺ ആവുന്നത്. അത് 5 മണി വരെ കാണും ഈവനിങ്. അപ്പം അതിൽ അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ് അഡൾട്ടിന്. അതായത് നമ്മൾ ജനറൽ ടിക്കറ്റ് എന്ന് പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ കഴിയും. പിന്നെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് മറ്റേ ഫുഡ് കോർട്ടിൽ പോകാനും, അതായത് അതിനകത്തേക്ക് കയറാനും, പിന്നെ ജംഗിൾ സഫാരി, വാലി ഓഫ് ഫ്ലവർ, അവിടെ എല്ലാം പോകാനായിട്ട് നമുക്ക് ഈ 350 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്താൽ മതി. പിന്നെ ഉള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ടിക്കറ്റാണ്. അതായത് 1000 റുപ്പീസ്. അത് റഷ് ഉള്ള സമയത്ത്, വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ആ സമയത്താണ് നമ്മൾ ഈ 1000 രൂപ ടിക്കറ്റിന് അടയ്ക്കേണ്ടത്. പിന്നെ വരുന്നത് എൻട്രി ടിക്കറ്റ് 120 റുപ്പീസ്. അതാകുമ്പോൾ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ 350 തന്നെ എടുക്കണം. അപ്പം നമ്മൾ നടന്ന് ഇതുണ്ട്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ട്. ഇവിടുന്ന് നമുക്ക് അകത്തേക്ക് കയറാനുള്ള സെക്യൂരിറ്റി ചെക്കിനാണ്. അപ്പോൾ ഇവിടെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ക്യൂവിൽ പോയി നിൽക്കാം. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലിറങ്ങിയപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. എന്താ പറയുക, ഞാനിവിടെ വരുന്നത് വരെ എനിക്ക് അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീലിംഗ് തോന്നി. നമുക്ക് സ്വന്തമാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ സ്റ്റാച്ചു നമ്മുടെ സ്വന്തമാണെന്ന് പറയുമ്പം വി ഷുഡ് ബി പ്രൗഡ് ഫോർ ദാറ്റ്. സത്യം പറയാമല്ലോ, എനിക്ക് വലിയൊരു ആകാംക്ഷയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുവാണ്. 182 മീറ്റേഴ്സാണ് ഇതിൻ്റെ എന്താ പറയുക പൊക്കം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ചൈനയിലുള്ള ഒരു സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ എന്ന് പറയുന്നത് 153 ആണ് അതിൻ്റെ പൊക്കം വരുന്നത്. പിന്നെയാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയൊക്കെ 93 ഉള്ളൂ. അതായത് ഇതിൻ്റെ പകുതി അത്രയും ഉള്ളൂ. ഇപ്പം നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ രാജ്യത്താണെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-8 കിലോമീറ്റർ ഒരു ടൗൺഷിപ്പ് പോലെയാണ് അവിടെ. അതായത് സ്റ്റാച്ചു മാത്രമല്ല കാണാനുള്ളത്, ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ജംഗിൾ സഫാരിയൊക്കെ കണ്ടതുപോലെ തന്നെ വേറെ ഒരുപാടുണ്ട്. 2018 ഒക്ടോബർ 31 അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പിറന്നാളിൻ്റെ അന്ന് 143ാമത്തെ പിറന്നാളിൻ്റെ അന്നാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഇതിൻ്റെ അടുത്തുള്ള തന്നെ വില്ലേജുകളിലേക്ക് തന്നെ ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം അവർക്കൊരു വരുമാന മാർഗമായി ഇത് വന്നതോടെ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരുപാട് പേർക്ക് ജോലി ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം ഒരു വരുമാന മാർഗമായി. അത് വളരെ നല്ലൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്, എല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. നമ്മൾ അടുത്തേക്ക് ചെല്ലുന്തോറുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാച്ചുവിൻ്റെ ഒരു പൊക്കം അല്ലെങ്കിൽ ഒരു വലിപ്പം നമ്മൾ എന്താ പറയുക റിയലൈസ് ചെയ്യുന്നത്. പിന്നെ നടന്നു പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തൊട്ട് 2 സൈഡിൽ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. ഒന്ന് അങ്ങോട്ട് പോകാനും ഒന്ന് തിരിച്ചു വരാനുമായിട്ട് എസ്കലേറ്ററൊക്കെ ഉണ്ട്. നടന്ന് ക്ഷീണിച്ചവർക്കായി നമ്മൾ അതിലൊന്ന് കയറി നിന്ന് കൊടുത്താൽ മാത്രം മതി. പിന്നെ മേലോട്ട് പോകാനും എസ്കലേറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക നടന്ന് തളരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആകെപ്പാടെ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്കൊന്ന് ഇത്രയും ദൂരം നടന്നാൽ മതി. അപ്പോൾ ഇതാണ് സ്റ്റാച്ചുവിൻ്റെ ഉൾവശമാണ്. നോക്ക് എന്ത് ഭംഗിയായിട്ടാണ്, എന്ത് നീറ്റാണെന്ന് നോക്കാം. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പം ഇത് ഒരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്ചുവിൻ്റെ തല മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഇവിടെ ഇതിനകത്ത് തന്നെ ഒരുപാട് കാണാനുണ്ട്. വ്യൂയിങ് ഗാലറിയൊക്കെ ഉണ്ട്, പിന്നെ മ്യൂസിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മേളിലേക്ക് പോകണമെങ്കിൽ സ്റ്റാച്ചുവിൻ്റെ ചെസ്റ്റ് വരെ നമുക്ക് കയറാൻ കഴിയും. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ആ കാണുന്നത്. നമ്മളിപ്പോൾ അവിടെ പോയി നിൽക്കാനായിട്ട് പോവാണ്. അതിന് മുന്നേ നമുക്ക് നിന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ എല്ലാം മ്യൂസിയം ഉണ്ട് കേട്ടോ. മ്യൂസിയം ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് കാണേണ്ടതാണ് സത്യം പറഞ്ഞാൽ. നമ്മളെല്ലാം ഓടിച്ചിട്ടൊന്ന് കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയൊക്കെ സ്വാതന്ത്ര്യ സമര ആ ഒരു സമയത്തെ എന്താ പറയുക ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഇവിടെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഓരോ സ്ഥലത്തും ടി വിയിൽ തന്നെ പല കാര്യങ്ങളിങ്ങനെ കാണിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്താ പറയുക അറിയത്തില്ലാത്തവരാണേലും നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ദ അയൺ മാൻ എന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, വാൾ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ഔട്ടായി. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷത്തിലേറെ ഗ്രാമങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവിടെ ഒരു വോള് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിന് വാൾ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നത് എന്തോ ഒരു ചെറിയൊരു പേര് പറയാമായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. എന്തോ ഒരു തിയേറ്റർ. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, ഇത് ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളും ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. നമ്മൾ കയറാൻ പോവാണ്. നെഞ്ച് വരെ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിനുള്ളിലാണ്. ലിഫ്റ്റിനുള്ളിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്റ്റാച്ചുവിൻ്റെയും. അതായത് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാച്ചുവും, പിന്നെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ, അതായത് അതിൻ്റെ തൊട്ട് താഴെയുള്ള പിന്നെ അങ്ങനെ കുറേ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിനകത്തൊന്ന് വെളിയിലിറങ്ങി. അപ്പോൾ ഇനിയാണ് കാഴ്ച. അപ്പോൾ ഈ ലിഫ്റ്റ് വരുന്നത് ഭയങ്കര സ്പീഡിനകത്തോട്ടോ.
കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഈ വർക്കേഴ്സൊക്കെ കയറി വരുന്ന അവരുടെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതിനകത്തൂടെയുള്ള ഒരു വരുന്ന വഴിയൊക്കെ ആയിരിക്കാം മേ ബി. അങ്ങനെ നമ്മൾ താഴെ വന്നു, ഇവിടെ ഇരിക്കുവാണ്. കാല് കഴിച്ചിട്ട് വയ്യ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ സൺസെറ്റ് നല്ല വ്യൂ ആണ്. നല്ല ഭംഗിയില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ മേള് വരെ കയറി. 38 സെക്കൻഡ് കൊണ്ടാണ് ഈ ലിഫ്റ്റ് അവിടെ വരെ കയറുന്നത്. അപ്പോൾ നമ്മളിനി പ്രതിമയുടെ വെളിയിൽ കാലിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട് നമ്മളിവിടെ ഇരിക്കുവാണ്. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു. നിന്ന് നമ്മൾ വശം കെട്ടു അല്ലേ രച്ചു? ഉണ്ടോ? അപ്പോൾ നമ്മൾ വെളിയിലിറങ്ങി ഇനി സ്റ്റാച്ചുവിൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. എസ്കലേറ്റർ ഉണ്ടാവുകൊണ്ട് നടക്കണ്ട, രക്ഷപ്പെട്ടു. അപ്പോൾ മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ പകുതി വരെ കയറി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. രാത്രിയിലൊക്കെ കാണാൻ ഫുള്ള് ലൈറ്റ് ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ സ്റ്റാച്ചു നോക്ക്, എന്ത് വലുപ്പമാണെന്ന് നോക്കല്ലേ. എന്തൊരു പെർഫെക്ഷനാണ്. അടുത്തോട്ട് വരുന്തോറും ആ ഒരു പെർഫെക്ഷൻ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റാച്ചുവിൻ്റെയും. നമ്മൾ ഇനിയും മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് മേളിലോട്ട് കയറാനുണ്ട്. പിന്നെ സ്റ്റെപ്പൊന്നും കയറേണ്ടാത്തതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അവസാനം എന്തേണ്ട മേളിലെത്തി. ഈ എന്തൊരു വലുപ്പമാണെന്ന് നോക്കുക, ഒരു പെർഫെക്ഷൻ കണ്ടോ. ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ആണെങ്കിലും ആ ഒരു ചുളിവ് വരെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എത്ര പേരുടെ കഷ്ടപ്പാടായിരിക്കും അല്ലേ ഇത്. ഇതിൻ്റെ കീഴിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പുകളുടെ അത്രയും പോലെ കാണുകയുള്ളായിരിക്കും മേളിൽ നിന്ന് നോക്കുമ്പം. ഭയങ്കര ഒരു ഇതാട്ടോ, എന്താ പറയുക, അത്ഭുതം എന്നൊക്കെ പറയാം. അത്രയും ഉണ്ട്, എത്ര പേരുടെ കഷ്ടപ്പാട് അത് നമ്മൾ കാണണം. ആ ഒരു ചെരുപ്പിൻ്റെ വരെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ തയ്യൽ വരെ അത്രയും പെർഫെക്റ്റ് പോലെ കാണിച്ചിരിക്കുന്നുണ്ടോ. അതൊക്കെ ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ, ഭയങ്കര ഒരു കാഴ്ച തന്നെ അത്. നമ്മൾ ആക്ച്വലി ചെരുപ്പിൻ്റെ അത്രയും വലുപ്പേ നമ്മൾ കാണുകയുള്ളൂ. ഇവിടെ എല്ലാ സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ അധികം നേരം ചാരി നിൽക്കാനോ അവിടെ കയറി ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ നാട്ടുകാരുടെയൊക്കെ ഒരു പൊതു സ്വഭാവമാണല്ലോ, എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അവിടെ ഉടനെ സ്വന്തം പേര് എഴുതി വെക്കുക, നാളെ എഴുതി വെക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കും സെക്യൂരിറ്റീസ് ഉണ്ട്. ഒരുപാട് നേരം നമുക്ക് ചാരി നിന്ന് ഫോട്ടോ എടുക്കാനോ അവിടെ കയറി ചെരുപ്പിൻ്റെ അവിടെ ഒരു കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഇത് ബാക്ക് വശമാണ് കാണുന്നത്, ഈ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് വശമാണ്. അവിടുത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പം നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളിവിടെ ഒന്ന് പോയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഇന്ത്യക്കാരനാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിരിക്കണം. നമ്മുടെ രാജ്യത്തെ അല്ലേ നമ്മൾ കാണേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളൊക്കെ കാണാം. ഒരു ഭയങ്കര ഒരു കാഴ്ച തന്നെയാണിത്. നല്ല വ്യൂ ആണ്. അവിടെ ഇവിടെയൊക്കെ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയുക, സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് ആകാശമൊക്കെ കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ നമ്മളിനി താഴേക്ക് പോകണം, കാരണം ഓൾമോസ്റ്റ് ഒരു സന്ധ്യയായി. അപ്പോൾ ഇനി ഉടനെ തന്നെ ലേസർ ഷോ ആരംഭിക്കും 7:30 ആകുമ്പോഴത്തേനും. അപ്പോൾ നമുക്ക് അതിന് മുന്നേ സീറ്റ് പിടിക്കാം. അപ്പം നമ്മൾ ഇരിക്കാനായിട്ട് പോവുകയാണ്. ലേസർ ഷോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് ബസ് സ്റ്റേഷൻ, നമ്മൾ വന്ന് ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെയാണ് എല്ലാവരും നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ ഗാനമേള കേൾക്കാനിരിക്കുന്ന പോലെ എല്ലാവരും കൂടെ അവിടെ ഇരിക്കും. മേളിൽ നിന്ന് കണ്ട സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലേസർ ഷോ തുടങ്ങാറായി. അപ്പോൾ നമുക്കിനി ലേസർ ഷോ കാണാം.
बेटा था वो दृढ़ता का भंडार। वल्लभ भाई पटेल नाम कहलाता था सरदार। कृषक कार्मिक जनगण से था उसको प्यार अपार। अखिल देश ने उसे रहनुमा किया था स्वीकार। गांधी बापू का शिष्य, सत्य अहिंसा का अवतार, किंतु एक भारत करने को धर लेता हथियार। लौह पुरुष संबोधन था वो लोहे की दीवार। तेज पुंज तुम, शक्तिपीठ तुम, बल का सागर अपरंपार। ऋणी देश का नम्र नमन तुम स्वीकारो सम्मान। 1857 में अंग्रेजों को ललकारने वाले पहले स्वतंत्रता संग्राम के एक सक्रिय सिपाही थे झवेर भाई पटेल। करमसद गांव के इस बहादुर देशभक्त किसान और उनकी पत्नी लाडबाई के 5 बेटों और 1 बेटी में से चौथे पुत्र थे वल्लभ भाई। बालक वल्लभ ने करमसद के बाद नडियाद से अपनी हाई स्कूल के 2 बच्चों, बेटी मणिबेन और बेटे दाया भाई को जन्म देने के बाद झवेर बाई असमय ही चल बसी। सदी बदलने और 20वीं सदी आने पर उनका जीवन भी एक चमत्कार की तरह बदला। पीटर का इम्तिहान पास करके वो वकालत करने लगे। पहले गोधरा, फिर आनंद और उसके बाद अहमदाबाद में। मगर जल्द ही वकालत छोड़कर वो बैरिस्टर बनने की इच्छा से इंग्लैंड चले गए। लंदन में बैरिस्ट्री में अव्वल आने और वजीफा जीतने वाले वो अनोखे भारतीय थे। अब तो अहमदाबाद की वरिष्ठ अदालत में बैरिस्टर पटेल की जिरह और जीतों की धूम मच गई। तभी एक युग पुरुष ने वल्लभ भाई के जीवन की धारा ही बदल दी। दक्षिण अफ्रीका में सत्याग्रह के अहिंसक अस्त्र से गोरे शासकों को सबक सिखाकर भारत वापस आए बैरिस्टर मोहनदास करमचंद गांधी से मिलकर वल्लभ भाई ने अपने कुछ वर्षों से सीखे विदेशी व्यवहार और संस्कार हमेशा के लिए त्याग दिए और अब वो अपने खेड़ा के किसानों को हक दिलाने के लिए बापू के साथ आंदोलन में कूद पड़े। अब उनके पैरों में जूते नहीं, गांव की धूल थी। हृदय में भारत भूमि की शस्य श्यामला धरती। मन में थे गांधी और मस्तिष्क में एक नए स्वतंत्र भारत का सपना। तभी बारडोली के मजबूर मजलूम किसानों की यातना का समाचार उनके पास पहुंचा। तुरंत वल्लभ भाई वहां पहुंचे और यूं शुरू हुआ भारत का सबसे बड़ा और सफल किसान आंदोलन बारडोली। वल्लभ भाई ने बारडोली के 87,000 किसानों को ऐसा अटल अडिग अचल मनोबल दिया कि अंग्रेजी सरकार हिल गई और 1 बरस के बाद उनका लगान माफ कर दिया गया। अब तो पूरे देश में लोग वल्लभ भाई के नाम की कस्में खाने लगे। स्वयं महात्मा गांधी ने कहा, अब वल्लभ भाई मेरे शिष्य या साथी नहीं, सारे देश के सरदार हैं और देश को मिल गया एक अनोखा असरदार सरदार। सरदार पटेल के नाम और देशभक्ति से अंग्रेज डरकर कांपने लगे। 1930 के नमक सत्याग्रह और दांडी कूच में वो बापू से भी पहले गिरफ्तार किए गए। तो सन 1932 में फिर उन्हें बापू के साथ ही जेल में 2 सालों के लिए डाल दिया गया। मगर आजादी के दीवानों को, स्वतंत्रता के परवानों को कौन गिरफ्तार कर पाया है?
जेल से छूटते ही सरदार को कांग्रेस के नए राष्ट्र अध्यक्ष पद पर चुना गया और उनकी सरपरस्ती में राष्ट्रवादी भारतीयों ने तमाम ब्रिटिश सूबों में जीत हासिल कर वहां अपनी स्थानिक सरकारें बनाई। किंतु सरदार का सपना केवल सरकार बनाना नहीं था, उनका स्वप्न तो था एक ऐसे नए भारत का जहां हर रंग, हर रूप, हर जात, मजहब, तबके का हिंदुस्तानी एक साथ मिलकर एक ऐसा नया भारत बना सके जहां पूर्ण स्वराज के साथ सारे समाज को गरीबी, अशिक्षा, छुआछूत से भी आजादी मिल जाए। इसकी पहली रणनीति थी भारत को अंग्रेजों की गुलामी से आजादी, ताकि भारत के लोगों की अपनी सरकार सबके साथ और सबके विकास के लिए काम कर सके। बापू की अगुवाई में अब देश ने अंग्रेजों को अंतिम चेतावनी दे दी, करेंगे या मरेंगे, क्विट इंडिया, अंग्रेजों भारत छोड़ो। बस फिर क्या था, संघर्ष की रणभेरी बची। 3 सालों के लिए सरदार पटेल को भी सत्याग्रही नेताओं के साथ जेल में ठूंस दिया गया। 2 सालों के बाद अंग्रेजों को बापू के सभी शिष्यों और साथियों को छोड़ना पड़ा।
അപ്പോൾ നമ്മളിത് തിരിച്ച് കയറുവാണ്. തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലായിരുന്നോ, ഒരുപാട് തെങ്ങുകളൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ആ ഒരു ഇതാണ് അപ്പുറത്ത് കാണുന്ന ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നൈറ്റിലെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്. നമ്മൾ നടന്നു പോയ ആ ഒരു വഴിയാണ് ആ കാണുന്നത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലെ കാഴ്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലവുമായി പുതിയൊരു വ്ളോഗുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക.